ഹാപ്പി ന്യൂ ഇയർ ആൻഡ് വെൽക്കം ടു 2025. അപ്പോൾ എല്ലാ വർഷത്തിൻ്റെയും തുടക്കം എല്ലാവരും ഒരു റെസൊല്യൂഷൻ ആൻഡ് ഗോൾസ് ഉണ്ടാവും. ഈ വർഷം എന്ത് ചെയ്യണം? ഞാൻ വിചാരിച്ചു ഒരു ഗോൾ സെറ്റ് ചെയ്യാം, ലൈക്ക് ഫോർ ദ ചാനൽ. എങ്ങനത്തെ ടൈപ്പ് കോണ്ടന്റ് ആയിരിക്കും ഈ വർഷം, എപ്പോഴൊക്കെയാണ് അപ്ലോഡ് ചെയ്യാൻ പോണത്, ഏതൊക്കെ ടൈപ്പ് കോണ്ടന്റ് ആണ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പോണത് ആൻഡ് സോ. അപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഫോർ മേക്കിംഗ് മൈസെൽഫ് അക്കൗണ്ടബിൾ. കാരണം ഇനിയിപ്പോൾ ഈ 2026 ഈ പറഞ്ഞ ഏതൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്തിട്ടുണ്ടാകും എന്ന് നോക്കാനും കൂടെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് വീഡിയോഗ്രാഫി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ വിചാരിച്ചത് ഈ ഇയറിലെ കോണ്ടന്റ്സ് ഫുള്ള് സിനിമാറ്റിക് ടൈപ്പിൽ എടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എത്രത്തോളം പോസിബിൾ ആവും അറിയില്ല. സോ അങ്ങനെയാണ്. പിന്നെ ഉള്ളത് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ട്യൂട്ടോറിയൽസ് ഉണ്ടാവും. കാരണം എനിക്ക് ട്യൂട്ടോറിയൽസ് ഉണ്ടാക്കാൻ വലിയ താല്പര്യമില്ല. എനിക്ക് കൂടുതലും ഈ ബിഹൈൻഡ് ദ സീൻസ്, ഹൗ ഐ മേക്ക് തിങ്സ്, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാനാണ് താല്പര്യം. പിന്നെ ഉള്ളത് സീരീസ് ആണ്. എൻ്റെ വീഡിയോസ് കൂടുതലും ഒരു കാറ്റഗറൈസ് ആക്കാൻ ഉള്ളൊരു പ്ലാൻ ഉണ്ടായി എനിക്ക്. സോ ആ ഒരു ഇതിലാണ് ഞാൻ സീരീസ് പോലെ തുടങ്ങാന്ന് വിചാരിച്ചത്. ലൈക്ക് ഇപ്പോൾ വലിയൊരു പ്രൊജക്ട്സ് ഒക്കെ ആണെങ്കിൽ ആ പ്രൊജക്റ്റ് ഒരു സീരീസ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. വലിയ വലിയ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ നോർമൽ വീഡിയോസ്, ജസ്റ്റ് ഒരു എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ, അതും ഇങ്ങനെ 3 കോണ്ടന്റ് ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 4 സീരീസാണ് ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ സീരീസ് ഈസ് കോൾഡ് എവറിത്തിങ് ഈസ് കോണ്ടന്റ്. സോ അതിൽ എന്താ, ഇപ്പോൾ പുതിയ ടൈപ്പ് കോണ്ടന്റ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ എവറിത്തിങ് ഈസ് കണ്ടന്റ് എന്നുള്ള ഒരു സീരീസിലായിരിക്കും അത് വരുന്നത്. പിന്നെ ഉള്ള വീക്കെൻഡ്/7th ഡേ, ലൈക്ക് അതിന്റെ പേര് ഞാൻ കറക്റ്റ് ആക്കിയുള്ള ഒന്നില്ലെങ്കിൽ വീക്കെൻഡ് അല്ലെങ്കിൽ 7th ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീക്കെൻഡിലൊക്കെ എവിടെയെങ്കിലും ട്രിപ്പ് പോലെ അല്ലെങ്കിൽ സൺഡേസിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ള ഇതിലാണ് ആ വീക്കെൻഡ് എന്നുള്ള ഇതാക്കിയത്. അത് മോസ്റ്റ്ലി ഒരു ജോബിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഉള്ള അതിന്റെ വീക്കെൻഡ് പ്രോസസ്സാണ് അതിലുള്ളത്. പിന്നെ ഉള്ളത് സോൾവ് വിത്ത് ഫ്ലട്ടർ എന്ന് ഉള്ള സീരീസ് ഉദ്ദേശിക്കുന്നത് ഫ്ലട്ടർ വെച്ച് കുറെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ തന്നെ ഞാൻ മറ്റേ കോപ്പി പേസ്റ്റ് ആപ്പ് ഉണ്ടാക്കി. അതൊരു പ്രോബ്ലം ആണ്, അതൊരു ഫ്ലട്ടർ ആപ്പ് വെച്ച് അതിന്റെ സൊല്യൂഷൻ കണ്ടു. അതേപോലത്തെ ആ ഒരു ആപ്സിന്റെ ഒരു ഡോക്യുമെന്റേഷൻ ആൻഡ് അതിന്റെ ഒരു ഹോൾ പ്രോസസ് തന്നെ ഉണ്ടാവുന്ന ഒരു സീരീസ് ആണ് സോൾവ് വിത്ത് ഫ്ലട്ടർ. പിന്നെ ഉള്ളത് അർഡ്വീനോ പ്രോഗ്രാം ചെയ്യലും ഒക്കെ സംഭവമൊക്കെ എനിക്ക് ഇത്തിരി കൂടെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. സോ അപ്പോൾ അതിന്റെ പ്രൊജക്ട്സ് ഉണ്ടാവും അർഡ്വീനോ വെച്ച് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണം. പിന്നെയുള്ള അപ്ലോഡിങ് ടൈം, ഏതൊക്കെ ടൈമിലായിരിക്കും അപ്ലോഡ് ചെയ്യണത്. അപ്ലോഡിങ് ടൈം പറയുന്നത് എവറി സിംഗിൾ വീക്ക്, അത് ഏത് ഡേ വേണേലും ഒരു വീക്കിൽ ഒരു വീഡിയോ. ദെൻ ഈ വർഷത്തെ ഗോൾ എന്ന് പറയുന്നത് റീച്ച് 100 സബ് ആൻഡ് 4000 വാച്ച് അവേഴ്സ്. അതാണ് ജസ്റ്റ് ബേസിക് ക്രൈറ്റീരിയ ഇൻ യൂട്യൂബ്. സോ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇയറിലെ ഗോൾ. പിന്നെ ഉള്ളത് ഇൻസ്റ്റാഗ്രാം. ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. അതിനാൽ നിങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ഇൻസ്റ്റയില് വീക്കിൽ ഒരു വീഡിയോ വെച്ച് ഇൻസ്റ്റയിലും ഉണ്ടാവും. ഇറ്റ്സ് അബൌട്ട് CGI വീഡിയോ. സോ അത് കുറെ നാളെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കണം, ബട്ട് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഈ ഇയർ ആയിരിക്കും അതിൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോ. പിന്നെയുള്ള ബിഗ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓട്ടോമേഷൻ ആണ്. ലൈക്ക് ഇപ്പോൾ എനിക്കൊരു CNC മെഷീൻ ഉണ്ട്, അത് ഉപയോഗിച്ച് എൻ്റെ അസൈൻമെന്റ്സ് ഒക്കെ അതിനെ കൊണ്ട് എഴുതിപ്പിക്കാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കസ്റ്റം ഫോണ്ട് ഉണ്ടാക്കേണ്ടി വരും, ഇംപെർഫെക്ഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും. ലൈക്ക് ഇറ്റ്സ് എ ബിഗ് പ്രൊജക്ട് ഫോർ മീ. അപ്പോൾ അതെങ്ങനെയാവും നോക്കണം. ആൻഡ് പിന്നെയുള്ള എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് സ്റ്റാർട്ട് ടു ഫിനിഷ് ഉണ്ടാക്കാൻ. ലൈക്ക് ഇപ്പോൾ പ്ലാനിങ് മുതൽ പബ്ലിഷ് ചെയ്ത് പ്രൊഡക്ഷനിൽ ഇറക്കണ വരെ ഉള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഒരു ആപ്പിൻ്റെ. സോ അത് ഏതെങ്കിലും ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഹോൾ പ്രോസസ്സ് ഡോക്യുമെന്റ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റും കൂടെ ഞാൻ ഈ വർഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ വർഷം കറന്റ്ലി പ്ലാൻ ചെയ്തേക്കുന്നത്. ബട്ട് ഇൻ ഫ്യൂച്ചർ ഇപ്പോൾ പുതിയ വല്ല സംഭവം, എനി സിറ്റുവേഷൻ ചേഞ്ച് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ മോർ കോണ്ടന്റ്സ് വിൽ ബി ആഡഡ്, മോർ കോണ്ടന്റ് വിൽ ബി എക്സ്പ്ലോർഡ് ടു സംതിങ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്തിട്ട് അതിനകത്ത് ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അത് മെയിൻലി ഫോക്കസ് ചെയ്യാനാണ് ഈ വർഷത്തെ എൻ്റെ ഗോൾ വിത്ത് യൂട്യൂബ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം അവസാനമാകുമ്പോൾ അറിയാം ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്ട്. അതിങ്ങനെ പ്ലാൻ ചെയ്യണത് ഒരു നല്ല ഐഡിയ ആണ്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാം എന്തൊക്കെ ചെയ്യാണ്ട്. വെൽക്കം ടു 2025.